ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ വേൾഡ്. നമ്മൾ നോക്കാൻ പോകുന്നത് വീമിൻ കോക്കിന്റെ മിനി FFന്റെ 4th പാർട്ടാണ്. ജെക്ക് ആണെങ്കിൽ കള്ളു കുടിച്ച് ഫിറ്റ് ആയിട്ട് വന്നിട്ട് തയാങ്കിനെ കിസ് ചെയ്തിട്ട് ഐ ലവ് യു ജിമിൻ എന്ന് പറയും. ഇത് കേട്ടതും തയാങ്ക് ഭയങ്കര ഷോക്കാകാണ്. ഇവിടെ വെച്ചിട്ടാണ് നിർത്തിയത്. നമുക്ക് നേരെ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഐ ലവ് യു ജിമിൻ എന്ന് കേൾക്കുമ്പോഴേക്കും തയാങ്കിന് ഭയങ്കര സങ്കടമായിട്ട് കണ്ണൊക്കെ വീടായിട്ട് ജെക്കേനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അറിയാതെ തന്നെ അവന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കുകയാണ്. ജെക്കെ പക്ഷെ ജെക്കയ്ക്ക് ഒരു ബോധമില്ല. നേരെ ഒറ്റ കിടപ്പാണ് തയാങ്കിന്റെ നെഞ്ചിലോട്ട്. ജെക്കെ എഴുന്നേക്ക്. ജെക്കെ എന്താ ഇപ്പൊ നീ പറഞ്ഞത്? അല്ല ജിമിന്ന, നിനക്ക് ജിമിനെ ഇഷ്ടമാണോ? ജെക്കെ പക്ഷെ ജെക്കെ ഫിറ്റായി വന്നതുകൊണ്ട് തന്നെ യാതൊരു റിയാക്ഷനും ഇല്ല. അന്ന് രാത്രി തയാങ്കിന് കിടന്ന് ഉറങ്ങാനേ പറ്റുന്നില്ല. ഒരു സമാധാനമില്ല. അവൻ സാധാരണ രീതിയിൽ വന്നിട്ട് നിനക്ക് ജിമിനോട് ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് ജിമിനോട് ഫീലിങ്സ് ഉണ്ട് എന്ന് ജെക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇത്രയും സങ്കടത്തിലായിരുന്നു. ഇതിപ്പം തയാങ്കിന് ഭയങ്കര സങ്കടമായിട്ട് അവന്റെ ചെവിയിലാണ് എക്കോ പോലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഐ ലവ് യു ജിമിൻ, ഐ ലവ് യു ജിമിൻ, ഐ ലവ് യു ജിമിൻ. ഭയങ്കരമായിട്ട് കരയാണ്. ജെക്കെ നീ ഇപ്പൊ എന്താ ചെയ്തത്? ഇത് കേട്ടിട്ട് ഞാൻ സന്തോഷിക്കണോ അതോ സങ്കടപ്പെടണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് എന്നെ കിസ് ചെയ്ത് നോക്ക്. ഞാൻ ഹാപ്പിയാണോ? ഐ ലവ് യു ജിമിൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാഡാണോ? എന്തിനാ ജെക്കെ നീ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ നിന്റെ അടുത്ത് ഇന്ന് എല്ലാം ചോദിക്കാൻ വേണ്ടി, എല്ലാം പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. അപ്പൊ നീ വന്നിട്ട് ഇത്രയും വലിയൊരു സങ്കടം എനിക്ക് തരുന്ന എന്തിനാ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു എന്നല്ലേ ഉള്ളൂ ജെക്കെ. എഴുന്നേക്ക് ജെക്കെ. നിനക്ക് ജിമ്മിനെ ഇഷ്ടമാണോ? ആണെങ്കിൽ പറഞ്ഞിട്ട് കിടക്ക് ജെക്കെ. എനിക്ക് ടൈം ഓടുന്നില്ല ജെക്കെ, പ്ലീസ് ജെക്കെ എന്ന് പറഞ്ഞിട്ട് തയാങ്ക് ഭയങ്കരമായിട്ട് അങ്ങ് കരയാണ്. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അവനാണെങ്കിൽ ഉറങ്ങാനേ പറ്റുന്നില്ല. അങ്ങോട്ട് തിരിഞ്ഞടക്കുന്ന ഇങ്ങോട്ട് തിരിഞ്ഞടക്കുന്ന, എഴുന്നേറ്റിരുന്ന് കരയുന്നു. അങ്ങനെ ടൈം സ്കിപ്പായി. പിറ്റേ ദിവസം മോർണിംഗ് ആയി. ജെക്കെ ആണെങ്കിൽ നല്ല ഉറക്കമാണ്. തയാങ്ക കണ്ണുറന്ന് ബെഡിൽ നോക്കുമ്പോഴേക്കും തയാങ്കിനെ കാണുന്നില്ല. ഭയങ്കര ഷോക്കായിട്ട് അപ്പുറത്തെ വെള്ളോട്ട് നോക്കുമ്പോ അവിടെയും കാണുന്നില്ല. എന്നും ജെക്കെ രാവിലെ എഴുന്നേക്കുന്നത്. തയാങ്ക് നല്ല ഉറക്കമായിരിക്കും. ഇന്ന് ജെക്കെ എഴുന്നേക്കുമ്പോഴേക്കും തയാങ്കിനെ കാണുന്നില്ല. തയാങ്ക് എവിടെ പോയി? തയാങ്കി എന്ന് വിളിച്ച് റൂമിലും ബാത്റൂമിലൊക്കെ പോയി നോക്കുമ്പോഴും തയാങ്കിനെ കാണുന്നില്ല. ഇതെന്താ ഒരു അതിശയം? തയാങ്ക് നേരത്തെ എഴുന്നേറ്റാ. ഇവനിതെവിടെ പോയി? ചിലപ്പോ യോങ്കി എടുത്ത് കാണുമെന്ന് പറഞ്ഞിട്ട് നേരെ യോങ്കിയുടെ മുറിലോട്ട് ചെല്ലും. ചെന്നിട്ട് യോങ്കി എഴുന്നേക്കടാ. എന്താ ജെക്കെ? തയാങ്ക് എന്തേ? തയാങ്കിന്റെ റൂമിലൊന്നും കാണുന്നില്ലല്ലോ. അവൻ കോളേജിൽ പോയി. നമ്മളുടെ കൂടെ ചെല്ലാൻ പറഞ്ഞു. കോളേജിലോ? ഇത്ര രാവിലെ അവൻ കോളേജിൽ എന്താ പോന്നു? അത് എനിക്ക് എങ്ങനെ അറിയാനാണ്? കോളേജിലോട്ട് പോയി എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ റെഡിയായി വാന്ന് പറഞ്ഞു. ഓ അങ്ങനെ, എന്നാൽ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. നീ റെഡിയാക്കി കിടന്നുറങ്ങാതെ. ശരി ചെല്ല്. എന്നാൽ ഇതേ സമയം നമ്മുടെ തയാങ്കാണെ കോളേജിന്റെ പുറകില് ഗാർഡന്റെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ജിന്നിനെ നോക്കി ഇന്നലെ ജെക്കെ പറഞ്ഞ കാര്യമൊക്കെ ഓർത്ത് കരഞ്ഞറിഞ്ഞ് മുഖമൊക്കെ ചുമന്ന് വല്ലാണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ട്. ഇനി ഞാൻ എന്താ ചെയ്യാ? ജെക്കയ്ക്ക് ജിമിനെ ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായി. എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ജെക്കെ ഇനി പറഞ്ഞത് സത്യമായിരിക്കോ അതോ കള്ളു കുടിച്ചിട്ട് ഫിറ്റായി പറഞ്ഞതാണോ? എന്താ കാര്യമെന്ന് അറിയത്തില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഒരു വിളി, ഹേയ് സീനിയർ. ഇത് കേട്ടിട്ട് തയാങ്ക് തിരിഞ്ഞു നോക്കുമ്പോ വേറെ ആരല്ല, ജിമിനാണ് വന്നിരിക്കുന്നത്. ജിമിന വാ. എന്ത് പറ്റി സീനിയർ? ഇത്രയും നേരത്തെ വന്ന്? ജെക്കെ വന്നില്ലേ? ഇല്ല, ജെക്കെ വന്നില്ല. ഞാനൊരു ആവശ്യത്തിന് നേരത്തെ വന്നേ. എന്തു പറ്റി? മുഖമൊക്കെ ഭയങ്കര സാഡായിട്ടിരിക്കുന്നല്ലോ. ഒന്നുമില്ല. നീ എന്താ ഇവിടെ? നിന്റെ കയ്യിൽ എന്താ ഫ്ലവറൊക്കെ? നിന്നെ എന്താരെങ്കിലും പ്രപ്പോസ് ചെയ്താ? എന്നെ പ്രപ്പോസ് ചെയ്തില്ല. ഞാൻ പ്രപ്പോസ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. പ്രപ്പോസ് ചെയ്യാനോ? ആരെ? ജിമിൻ പ്രപ്പോസ് ചെയ്യാൻ പോവാന്ന് പറയുമ്പോഴേക്കും തയാങ്കിന്റെ ഹാർട്ടെല്ലാം ഭയങ്കരമായിട്ട് ഇടിക്കുക. ദൈവമേ, ഇവൻ ജെക്കിനെ ആയിരിക്കില്ല പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്. പ്ലീസ് ജെക്കയുടെ പേര് മാത്രം ഇവൻ പറയരുത് പ്ലീസ്. തയാങ്കാണെങ്കിൽ ഒരുമാതിരി നോക്കിയിരിക്കുന്നുണ്ട്. ജിമിൻ ഭയങ്കരമായിട്ട് ചിരിക്കും. നാളെ വന്നിട്ട് എന്താ ജിമിൻ ചിരിക്കുന്നത്? നീ ആരെയാ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്? അതൊക്കെ ഞാൻ പറയാൻ ചെയ്യുന്നേ. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ജെക്കെ യോങ്കിയൊക്കെ എന്തേ?
അവര് ഹോസ്റ്റലില്ല. ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോകുന്ന എനിക്കൊരു ആവശ്യമുണ്ട്. ഓ അങ്ങനെ. ജെ.കെ ആളെങ്ങനാന്ന് വെച്ചാൽ ജെക്കിയുടെ ഒരു ക്യാരക്ടർ ഞാൻ ഇത്ര നാളും കണ്ടത് വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. എന്നാലും സീനിയർ ആയിട്ടല്ലേ കൂടുതൽ കമ്പനി. നിങ്ങൾ ഇത്ര വർഷം ഫ്രണ്ട്സ് അല്ലേ, അത് വെച്ചിട്ട് ജെക്കെ ആളെങ്ങനാന്ന് പറഞ്ഞേ. ജങ്കുക്ക എങ്ങനെയാന്ന് ചോദിച്ചാ നിന്റെ അടുത്ത് എങ്ങനെയാണോ അത് തന്നെ ജങ്കുക്ക. അവന് ആക്ടിങ് ഒന്നും ഇല്ല. പിന്നെ ജങ്കുക്ക ഭയങ്കര പാവമാണ്, എല്ലാരോടും നല്ല കെയറിങ് ആണ്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഭയങ്കര ദേഷ്യക്കാരനാണ്, ഭയങ്കര വഴക്കാളിയാണ് എന്നൊക്കെ തോന്നുമെങ്കിലും അവന്റെ കൂടെ നിൽക്കുന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ അവനൊരു പാവമാണ്. അവന് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും, ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. ഇപ്പം എന്റെ കാര്യം തന്നെ പറയട്ടെ, ഈ കോളേജ് എത്രയോ പേരുണ്ട് പറയുന്നതെന്നറിയാവോ, പക്ഷെ ജെ.കെ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നോക്കത്ത് പോലെയില്ല, അത്രയ്ക്കും പേടിയാണ് എല്ലാവർക്കും. എന്തിന് ഫ്ലർട്ട് ചെയ്യാൻ പോലും സമ്മതിക്കില്ല. ഞാൻ ജെ.കെയും കോളേജിൽ വന്നപ്പോൾ ഫസ്റ്റ് കണ്ട എങ്ങനെയാണെന്നറിയോ, ഇവിടെ നേരെ സീൻ കട്ട് ചെയ്യുന്ന ഒരു ഫ്ലാഷ് ബാക്കിലോട്ടാണ്. തയാങ്കാണെങ്കിൽ കോളേജ് ഫസ്റ്റ് ഡേ വന്ന് കോളേജിൽ അഡ്മിഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഹോസ്റ്റലിലേക്ക് റൂം എടുക്കാൻ വരുവാണ്. വാർഡൻ റൂം നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കും. തയാങ്കാണെങ്കിൽ പെട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് പതുക്കെ ഇങ്ങനെ വരാന്തെ കൂടെ നടന്നു വരുവാണ് റൂമിലോട്ട് പോകാൻ. അപ്പോഴാണ് കുറച്ച് സീനിയേഴ്സ് ഒക്കെ ഇങ്ങനെ അവിടെ നിൽക്കുന്നത്. ആ കൂട്ടത്തില് ജാക്സനും നിപ്പുണ്ട്. ജാക്സന്റെ ബ്രദറും ആ കോളേജിലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ ജാക്സൺ സീനിയേഴ്സ് ഒക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. എല്ലാരും കൂടി ഇങ്ങനെ വരാന്തെ നിൽക്കുമ്പോഴാണ് തയാങ്ക് പാവം പേടിച്ച് പതുക്കെ ഇങ്ങനെ വരുന്നത്. തയാങ്കിനെ കണ്ടത് സീനിയേഴ്സ് പറഞ്ഞ ആഹാ ആരാടാ അത്, നല്ല സൂപ്പർ ചെറുക്കണല്ലോ. ഇത് കേട്ടതും ജാക്സൺ പതുക്കെ തിരിഞ്ഞു നോക്കുമ്പോ ജാക്സനെ താങ്ങനെ കണ്ടതും ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടും. സീനിയർ, ഹേയ് ചേട്ടാ എനിക്ക് അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഈ കോളേജിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എന്തായാലും ഞാൻ അവനെ കറക്റ്റ് ചെയ്തെടുത്തിരിക്കും, ഉറപ്പാണ് എന്ന് അറിയും. നിങ്ങളെല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ. അവൻ അടുത്ത് വരുമ്പോഴേക്കും സീനിയേഴ്സിനെ പോലെ ഞാൻ അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിയട്ടെ. അവനോട് ക്രഷ് ഉണ്ടോ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സീനിയേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. ഇവരെല്ലാം നേരെ അടുത്ത് വന്നതും നേരെ ജാക്സൺ വന്നിട്ട് നിക്കടാ. എന്താ സീനിയർ? സത്യം പറഞ്ഞ തയാങ്കും ജാക്സണും ഒരേ ഇയറാണ്. അവന്റെ ബ്രദേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൻ സീനിയർ ആയിട്ട് ആക്ട് ചെയ്യുക. ഇപ്പം നിന്റെ പേരെന്താ? എൻ്റെ പേര് തയാങ്ക്. ഓഹോ, ഫസ്റ്റ് ഇയറാ? അതെ സീനിയർ. ഏതാ ഡിപ്പാർട്ട്മെന്റ്? മാത്സ്. ഏതാ റൂം നമ്പർ? റൂം നമ്പർ 36. ഒരു കാര്യം ചെയ്യാം, എൻ്റെ റൂം 20 ഞാൻ അവിടെ നിന്ന് 36 വരട്ടെ. എന്തിന്? അല്ല ചുമ്മാതാ. വേണ്ട സീനിയർ, എൻ്റെ കൂടെ വേറെ ആളുണ്ടെന്നാ വാർഡൻ പറഞ്ഞത്. അതൊന്നും സാരമില്ലെന്നേ, നിന്റെ കൂടെ വരുന്നവനെ നമുക്ക് നേരെ എൻ്റെ റൂമിലോട്ട് വിടാം, പ്രശ്നം തീർന്നില്ലേ? നമുക്ക് എന്നിട്ട് ഒന്നിച്ച് റൂം ഷെയർ ചെയ്താലോ? സീനിയർ പ്ലീസ് സീനിയർ, ഞാൻ പോട്ടെ. ഹേയ് പേടിക്കല്ലേടാ. പിന്നെ സിംഗിൾ ആണോ? എന്താ നീ സിംഗിൾ ആണോന്ന്? സിംഗിൾ ആണോ? ആണോ? സിംഗിളാ. എന്താ സീനിയർ? സിംഗിൾ ആണെങ്കിൽ നമുക്കൊന്ന് മിങ്കിളായാലോ? ഈ കറക്റ്റ് സമയത്താണ് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ജെ.കെ അങ്ങോട്ട് വരുന്നത്. ഇത് കേട്ടതും ജെ.കെ പറഞ്ഞു, എന്തിനാ അവനെ വിളിക്കുന്നത്, നമുക്കങ്ങ് മിങ്കിളായാലോ? ഇത് കേട്ടതും തയാങ്കും ജാക്സണും കൂടെ നിൽക്കുന്ന സീനിയേഴ്സ് എല്ലാം ഷോക്കായിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നമ്മുടെ ജെ.കെ മാസായിട്ട് സ്ലോ മോഷനിൽ വരാതെ കൂടെ നടന്നവരാണ്. നടന്നത് നേരെ ഇവരെടുത്ത് നിന്നിട്ട് തയാങ്കിന്റെ തോളിലോട്ട് കൈയിട്ടിട്ട്, ഇനി എന്താ ഇവിടെ പ്രശ്നം പറ, ആർക്കാണ് ഇവനുമായിട്ട് മംഗളാണ്ടത്? നീ ആരാടാ അത് ചോദിക്കാൻ? ഞാൻ ആരും വേണമെങ്കിലും ആയിക്കോട്ടെ. പിന്നെ ഹോസ്റ്റലിൽ സീനിയേഴ്സ് റാക്ക് ചെയ്യാൻ പാടില്ലെന്നറിയില്ലേ? അത് കോളേജിന്റെ നിയമത്തിന് എതിരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഓഹോ, കേട്ടോടാ, ഹോസ്റ്റലിൽ റാക്ക് ചെയ്യാൻ പാടില്ലെന്ന്. അത് പറയാൻ നീ ആരാടാ? ഇവിടെ സീനിയേഴ്സ് ഞങ്ങളല്ലേ, ഞങ്ങളാ തീരുമാനിക്കുന്നത് ഇവിടെ എന്ത് ചെയ്യണമെന്ന്. അത് പറഞ്ഞു പറ്റത്തില്ലല്ലോ ചേട്ടാ. സീനിയേഴ്സ് ആണെങ്കിൽ നിങ്ങൾ സീനിയേഴ്സ് ആയിട്ടിരുന്നു, പക്ഷേ ഈ കോളേജിനും ഹോസ്റ്റലിനും ഓരോ നിയമമുണ്ട്, അതനുസരിച്ചേ ഇവിടെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പറ്റാത്തവരിവിടെ നിന്ന് പുറത്തു പോകണം. ഓഹോ, ഞങ്ങൾ ഇവിടുത്തെ നിയമങ്ങൾ പാലിച്ചില്ല ഞങ്ങൾ പുറത്തു പോകാൻ പറയാനായിട്ട്? ഇത് നിന്റെ തന്തയുടെ വകയാണോടാ? അതെ, ഇത് നിന്റെ തന്തയുടെ വകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് നെഞ്ചു മിരിച്ച് പറയാൻ പറ്റുന്ന ഒരേ ഒരാളെ ഉള്ളൂ ഈ ഭൂലോകത്ത്, അത് ഞാനാ. ഇത് കേട്ടതും സീനിയേഴ്സും നമ്മുടെ ജാക്സണും ഒക്കെ ഷോക്കായിട്ട് നോക്കും. അതെ, ഇത് ജെ.കെയുടെ ഫാമിലിയുടെ കോളേജാണ്. അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് പോകാമല്ലോ. ഞങ്ങൾ റൂമിലോട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തയാങ്ങിന്റെ കൈ പിടിച്ച് വലിച്ചോണ്ട് ജെ.കെ അങ്ങ് നടന്നു പോകും. ഇങ്ങനെയാണ് തയാങ്ങും ജെ.കെയും തമ്മിൽ ആദ്യമായിട്ട് കണ്ടത്. ഇപ്പൊ പ്രസന്റിൽ വരുമ്പോഴേക്ക് നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ തയാങ്ക് ജിമിനോട് പറഞ്ഞോണ്ടിരിക്കുകയാണ്. അതും ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. ആ സങ്കടവും മൂഡ് ഓഫ് ഒക്കെ മാറിയിട്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് പറയുന്നത്. ജെ.കെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കെയറിങ് ആയിട്ടൊരു പേഴ്സൺ ആണ്. അന്ന് ആദ്യമായിട്ട് കണ്ട് എൻ്റെ അടുത്ത് പോലും അത്രയും സ്നേഹമായിട്ട് അവൻ പെരുമാറിയത്. ജെ.കെയുടെ കൂടെ നിൽക്കുന്നവർക്കേ അറിയത്തുള്ളൂ അവന്റെ ഒരു ക്യാരക്ടർ. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത്രയ്ക്കും മനസ്സിലാകത്തില്ല എന്നൊക്കെ പറഞ്ഞ്
ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ട് പറയാണ്. ഇത് കുറേ നേരം ജിമിൻ ഇങ്ങനെ നോക്കിയിട്ട് പറയും, സീനിയറിന് ജെക്കിനെ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ജെക്കിയുടെ കാര്യം പറയുമ്പോഴേക്കും മുഖത്തെല്ലാം ഭയങ്കര ചിരിയാണല്ലോ. പിന്നെ ജങ്കുക്കാനെ ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളത്? ഈ കോളേജിൽ പകുതി മുക്കാൽ ആൾക്കാര് അവളാരും പെൺപിള്ളാരും ജെക്കിനൊന്ന് ഡേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. ഇത് കേട്ടതും ജിമിന്റെ മുഖമൊക്കെ അങ്ങ് മാറും. ഓ, കോളേജ് മുഴുവനും ജെക്കിന് ഡേറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്നവരാണോ? അപ്പം ആ കൂട്ടത്തിൽ ഒരാളാണോ ഞാനും എന്ന് വെക്കും. തയാങ്ക് ഭയങ്കര ഷോക്കായിട്ട് നോക്കാണ്. എന്താ നീ എന്താ പറഞ്ഞത്? സീനിയർ, അത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ സീനിയർ എന്നെ ഹെൽപ്പ് ചെയ്യോ? അതല്ല, നീ ഇപ്പം ജങ്കുക്കാടെ കാര്യം. അത് തന്നെ സീനിയർ, ജങ്കുക്കാനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതായത് ഒരു സീനിയർ ബ്രദർ ഫ്രണ്ട് മോർ ദാൻ, അതിന് മുകളിൽ എന്തോ ഒരു ഫീലിങ്സ്. തയാങ്കാണ് ഇത് കേട്ടതും കണ്ണൊക്കെ നിറഞ്ഞ് ഒരു പരുവ. ഇന്നലെ രാത്രി അവന് ജിമിനെ ഇഷ്ടമാണെന്ന് പറയുന്നത്, ഇന്ന് മോർണിംഗ് ജിമിൻ വന്നിട്ട് ജെക്കിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തയാങ്കിന് സഹിക്കാനേ പറ്റത്തില്ല. കണ്ണൊക്കെ നിറഞ്ഞ് ഒരുമാതിരി ജിമിനെ ഇങ്ങനെ നോക്കി നിൽക്കുക. നിനക്ക് ജെക്കിയോടൊപ്പം ഫീലിങ്സ് ഉണ്ടോ? അത് പിന്നെ സീനിയർ, എനിക്ക് ജെക്കിയോട് ഫീലിങ്സ് ഉണ്ട്. എപ്പോ തൊട്ടാണ് ഈ ഇഷ്ടം തുടങ്ങിയതെന്നൊന്നും എനിക്കറിയില്ല. ജെക്കിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. എവിടെ പോയാലും എന്നെ കൊണ്ടുപോകും. എന്റെ അടുത്ത് ആരെങ്കിലും മിണ്ടിയാ ജെക്കി സമ്മതിക്കത്തില്ല. ഭയങ്കരമായിട്ട് ഒരുമാതിരി ജലസ് ആയിട്ട് പെരുമാറും. ഭയങ്കര ഫണ്ണായിട്ടുള്ള സംസാരം, ആ കലുപ്പനായിട്ടുള്ള ആ ചിരി എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എപ്പോഴോ അറിയാതെ എനിക്കൊരു ഫീലിങ്സ് ജെക്കിയോട് പറയണമെന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഒറ്റയ്ക്കുള്ള പല സമയത്തും പറയണമെന്ന് വിചാരിച്ചിട്ട് പറയാൻ ഭയങ്കര പേടി. ജെക്കി അടുത്ത് വരുമ്പോൾ തന്നെ ഹാർട്ടെല്ലാം ഭയങ്കരമായിട്ട് ഇടിച്ച്. എനിക്കറിയില്ല സീനിയർ എങ്ങനെ പറയണമെന്ന്. ഞാൻ വിചാരിക്കുന്ന ഇന്ന് പ്രപ്പോസ് ചെയ്യാന്ന്. തയാങ്കിനാണ് ഇത് കേൾക്കുമ്പോൾ സങ്കടമാണ്. നെഞ്ചെല്ലാം ഭയങ്കരമായിട്ട് വേദനെടുക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവനെ ഇഷ്ടമാണ്, അവനെ ഇഷ്ടമാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ ജിമിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജിമിനാണെങ്കിൽ എന്തോ ഭയങ്കര ഹാപ്പി ആയിട്ട്. അത് പിന്നെ സീനിയർ, നിങ്ങൾ തമ്മിലല്ലേ നല്ല കൂട്ട്. ജെക്കിനെ എങ്ങനെ ഒന്ന് പ്രപ്പോസ് ചെയ്താലായിരിക്കും ജെക്കിക്ക് ഇഷ്ടപ്പെടുന്നത്? ഭയങ്കര സങ്കടമായിട്ട് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട് തയങ്ക ജിമിനെ നോക്കിയിട്ട് പറയും, ജെക്കിയുടെ ഒരു ക്യാരക്ടറിന് ഇതുപോലെ ബൊക്കയും റിങ് ഒക്കെ കൊടുത്തിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് അത് ശരിയാത്തില്ല. അവനിതൊക്കെ ഒരുമാതിരി ക്രിഞ്ചായിട്ട് എടുക്കത്തുള്ളൂ. നീ സ്ട്രെയിറ്റ് ആയിട്ട് പോയി ഇഷ്ടമാണെന്ന് പറയുന്നതായിരിക്കും നല്ലത്. നീ അങ്ങനെ പറഞ്ഞു നോക്ക്. ഓ, അത് ശരിയാ. ഈ ബൊക്കയൊക്കെ ജെക്കിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. സീനിയർ പറഞ്ഞാൽ നല്ലത്. ഒരു കാര്യം ചെയ്യും, ഈ ബൊക്ക സീനിയർ എടുത്തോ. ഞാൻ ജെക്കിയോട് കാഷ്വൽ ആയിട്ട് തന്നെ ചെന്നിട്ട് എന്റെ ഫീലിങ്സ് പറയാം. പിന്നെ സീനിയർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. ബെസ്റ്റ് ഓഫ് ലക്ക് ജിമിൻ. അവൻ ഉറപ്പായിട്ടും നിന്നെ ഇഷ്ടമായിരിക്കും. എനിക്കതൊരു പ്രതീക്ഷയുണ്ട്. മനസ്സിന് ഭയങ്കര ഒരു ഹാപ്പി. അങ്ങനെ ക്ലാസ്സിലോട്ട് പോട്ടെ. ഹോബിയോട് ചെന്നിട്ട് ഇക്കാര്യങ്ങളൊക്കെ പറയണം. ശരി ജിമിന, നീ ചെല്ല്, ബൈ എന്ന് പറഞ്ഞിട്ട് ജിമിൻ എന്ത് ചെയ്യും, ഈ ബൊക്ക തയാങ്കിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ജിമിൻ എഴുന്നേറ്റ് നേരെ അങ്ങ് നടന്നു പോകും. തയാങ്കാണ് ഈ ബൊക്ക നോക്കിയിട്ട് ജിമിൻ അങ്ങോട്ട് പോയതും കണ്ണീന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നെല്ലാം കഴിഞ്ഞ്, ഇന്നത്തോടെ എല്ലാം തീർന്ന്. ജിമിൻ ഇന്ന് ജങ്കുക്കാനെ പ്രപ്പോസ് ചെയ്യും. അവൻ തിരിച്ച് ഇഷ്ടമാണെന്ന് അവന്റെ ഫീലിങ്സും പറയും. എന്റെ മനസ്സിൽ എന്താന്ന് കേൾക്കാൻ പോലും ജങ്കുക്ക നീ നിന്നില്ല. എനിക്ക് എന്താ പറയാനുള്ളതെന്ന് പോലും നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചു പോലും ഇല്ല. ജങ്കുക്ക, ഐ ലവ് യു. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ജിമിന്റെ കൂടെ നിന്നെ കാണുമ്പോൾ ഞാൻ എങ്ങനെ സഹിക്കുമെന്ന് എനിക്ക് അറിയില്ല ജങ്കുക്ക. ഇന്ന് തന്നെ ലോകം അവസാനിച്ചിരുന്നെങ്കിലെന്ന് എനിക്ക് തോന്നുക ജങ്കുക്ക. എനിക്കറിയില്ല ഇതിൽ നിന്നൊക്കെ ഞാൻ എങ്ങനെ ഒന്ന് രക്ഷപ്പെടുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തയാങ്കാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. ഇങ്ങനെ ഇവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോട്ടാണ് ജിന്ന് നടന്നു വരുന്നത്. ജിന്നിനെ കാണാൻ വേണ്ടിയാണ് തയാങ്ക് നേരത്തെ കോളേജ് വന്നത്. ഇന്നലെ നൈറ്റ് നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് കോളേജിലോട്ട് നേരത്തെ വന്നത്. ഇവൻ ഇങ്ങനെ ഇരുന്ന് കരയുന്ന കാണുമ്പോൾ ജിന്നിന് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനാണ്. തയാങ്ക് കരയുവാണല്ലോ, ഇതെന്താ കയ്യില് ബൊക്കയൊക്കെ പിടിച്ചോണ്ടിരുന്ന് കരയുന്നത്? ഇവനിത് എന്ത് തെറ്റി എന്ന് പറഞ്ഞിട്ട് ജിന്ന് നേരെ അടുത്ത് വന്നിട്ട് തയാങ്കിന്റെ തോളിൽ കൈവെക്കും. ജങ്കുക്ക എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തയാങ്ക് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ജിന്നിന് ഷോക്കാണ്. തയാങ്ക് ഇന്നലെ രാത്രി തൊട്ട് കരയാൻ തുടങ്ങിയതല്ലേ. കണ്ണൊക്കെ ചുമന്നു, മുഖമൊക്കെ ഒരുമാതിരി വല്ലാതായിട്ടൊരു വല്ലാത്ത രൂപത്തിരിക്കുകയാണ്. ഇത് കണ്ടതും ജിന്നിന് ഷോക്കായി പോവും. തയാങ്ക് എന്തോ ചേടാ, എന്തോ ജിനു എല്ലാം കഴിഞ്ഞ് ജിനു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് ജിന്നിനെ ഹഗ് ചെയ്യും. ജിന്നാണ് പോട്ടെ എന്താണെന്ന് നീ പറ, നീ കരയാതെ. എന്റെ മോഹമൊക്കെ കടയില്ല, എന്ത് കോലാടാ ഇത്, എന്തിനാണ് നീ ഇങ്ങനെ പെയിൻ അനുഭവിക്കുന്നത്?
ജിനു, എല്ലാം കഴിഞ്ഞു ജിനു. ജങ്കുക്കാക്ക് എന്നോട് യാതൊരു ഫീലിങ്സും ഇല്ല. അത് തന്നെയല്ല, ജിമ്മിനെയാണ് ഇഷ്ടമെന്ന്. നീ കരയണ്ട, നീ സമാധാനമായിട്ടിരിക്കും. ജെക്കെ അങ്ങനെ പറഞ്ഞു? എനിക്ക് തോന്നുന്നില്ല, ജെക്കെ അങ്ങനെ ഒരിക്കലും പറയത്തില്ല. പറഞ്ഞ് ജെക്കെ തന്നെ എന്നോട് പറഞ്ഞു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ജിനു. ഈ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാതെടാ, നീക്കറിയാതെ. ഞാൻ പറയുന്നേക്ക്. നിന്റെ മുഖമൊക്കെ കണ്ടില്ല, എന്തൊക്കെയാണ് നീ കാണിക്കുന്നത്? കണ്ണു തുടച്ച്. എനിക്ക് വയ്യ ജിനു, പ്ലീസ് ജിനു എന്ന് പറഞ്ഞിട്ട് തയങ്ക് ഭയങ്കര കരച്ചിലാണ്. അതും ജിന്നിനെ ഹഗ് ചെയ്ത് നിന്നാ കരയുന്നത്. ഇതേ കറക്റ്റ് സമയത്താണ് നമ്മുടെ യോങ്കിയും ജെക്കയും കൂടെ തയാങ്കിനെ അന്വേഷിച്ച് കോളേജിലോട്ട് വരും. ക്ലാസ്സിൽ കാണാത്തപ്പം എന്തായാലും അവൻ ഗാർഡൻ ഏരിയയിലായിരിക്കും കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവനെയും തപ്പി വരുമ്പോഴേക്കും കാണുന്ന സീൻ എന്താന്ന് വെച്ചാല് കയ്യില് ബൊക്കെയൊക്കെ ആയിട്ട് ജിന്നിനെ ഹഗ് ചെയ്ത് കരഞ്ഞോണ്ടിരിക്കുന്നതാണ്. ഇത് കാണുമ്പോ യോങ്കിക്കും ജെക്കയ്ക്കും ഭയങ്കര ഷോക്കാണ്. കയ്യില് ബൊക്കെ കാണുമ്പോ ഇവർ വിചാരിക്കും ജിന്നവനെ പ്രപ്പോസ് ചെയ്ത് തയാങ്ക് ഓക്കെ പറഞ്ഞിട്ട് ഹഗ് ചെയ്ത് കരയുമായിരിക്കും. ഇത് കാണുമ്പോ ജെക്കയ്ക്ക് ഭയങ്കര കലിപ്പാണ്. യോങ്കി ബടാ എന്ന് പറഞ്ഞിട്ട് യോങ്കിയുടെ കൈ പിടിച്ച് വലിച്ചോണ്ട് ഭയങ്കര കലിപ്പായിട്ട് നേരെ ക്ലാസ്സിൽ വരാന്തപ്പോ ഇങ്ങനെ നിൽക്കുവാണ്. ജിനു, നീ കരയാടെ തയാങ്ക്, നീ കരയാതെ. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും. നീ ഇവിടെ നീ നിക്കണ്ട, ഈ കോളേജിൽ നീ നിക്കണ്ട. അപ്പൊ നമുക്കൊന്ന് പുറത്തു പോ. നീ വാടാ. എനിക്ക് വയ്യ, വീട്ടിൽ പോകാം പ്ലീസ് ജിനു, നമുക്ക് വീട്ടിൽ പോകാം. നമുക്ക് വീട്ടിൽ പോകാം. നീ വാ, ഇപ്പൊ നീ എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് ജിൻ എന്ത് ചെയ്യും, തയാങ്കിനെ വിളിച്ചോണ്ട് നേരെ കാറ് കിടക്കുന്നിടത്തോട്ട് നടക്കുകയാണ്. അതായത് കോളേജിൽ നിന്ന് പുറത്തുണ്ടോ ഇവന്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാന്നുള്ള രീതിയിൽ ജിൻ ഇവനെ ഹക്ക് ചെയ്ത് വിളിച്ചോണ്ട് വരുവാണ്. തയാങ്ക് ജിന്നും ഇങ്ങനെ ഒന്നിച്ചു പോകുന്നത് നമ്മുടെ ജെക്കയും യോങ്കിയും വരാതെ നിന്നിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ജെക്കയാണ് ഭയങ്കര കലിപ്പായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ജെക്കെ ഇത്രയും കലിപ്പായിട്ട് നോക്കുന്നതുകൊണ്ട് തന്നെ യോങ്കി എന്ത് ചെയ്യും, പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് തയാങ്കിനെ വിളിച്ചിട്ടൊന്നും തയാങ്ക് കോൾ എടുക്കുന്നില്ല. 3-4 തവണയൊക്കെ വിളിക്കും. ഈ സമയത്താണ് നമ്മുടെ ജിമിൻ വരാന്തയിലോട്ട് വരുന്നത്. ജങ്കുക്ക ഇത് കേട്ട യോങ്കിയും ജെക്കയും കൂടെ ഒരേപോലെ തന്നെ തിരിഞ്ഞു നോക്കും. ആ ജിമിന ബാ. അത് പിന്നെ ജങ്കുക്ക എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? യോങ്കി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ തയാങ്കിനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണം. തയാങ്കാണെങ്കിൽ കോൾ എടുക്കുന്നേ ഇല്ല. ജെക്കെയാണ് ഒരുമാതിരി കലിപ്പായിട്ട് ജിന്നും തയാങ്കും പോകുന്ന തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജിന്നാണ് ഭയങ്കര കെയറിങ് ആയിട്ട് തയാങ്കിനെ വിളിച്ചോണ്ട് വന്ന് കാറിന്റെ ഡോറ് തുറന്നിട്ട് കാറിനകത്ത് കയറ്റിയിരുത്തിട്ട് നേരെ കറങ്ങി വന്ന് കാർ എടുത്തോണ്ട് കോളേജിന്റെ ഫ്രണ്ട് കയറ്റി കിടന്നങ്ങ് പോകും. ഇവരിങ്ങനെ പോകുന്നത് വരെ ജെക്കെ ഇങ്ങനെ ഭയങ്കര കലിപ്പായിട്ട് നോക്കിയിട്ട് യോങ്കിനെ നോക്കും. എനിക്ക് തോന്നുന്ന അവര് കപ്പിളായി. ജെക്കാണെങ്കിൽ ഒരുമാതിരി കലിപ്പാണ്. ആ സമയത്താണ് ജങ്കുക്ക എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ പറയടാ. നമുക്ക് ക്യാൻറ്റീനിലോട്ട് പോയാലോ? ക്യാൻറ്റീനാ? അത് വേണ്ട യോങ്കി, നമുക്ക് ബാറിൽ പോയാലോ? ചേക്കേ ഇത്ര രാവിലെ? ബാറിൽ പോയാലോ? ശരി എന്നാ വാ. ജിമിന ഓക്കെ ആണോ? ഓക്കെ സീനിയർ എന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും കൂടെ നേരെ പാറിപ്പോ. ജെക്കെയാണെ ഭയങ്കര കലിപ്പായിട്ടിരിക്കല്ലേ. തയാങ്ക് അവന്റെ കൂടെ കയറിപ്പോയി. തയാങ്കിന്റെ കയ്യിൽ ബൊക്ക കണ്ട്. ഇതൊക്കെ കൊണ്ട് ജെക്കെയാണെങ്കിൽ തയാങ്ക് ആരുമായിട്ട് അത്രയും ക്ലോസ് ആവുന്ന ഇഷ്ടമല്ല. അതിനെക്കാട്ടി അപ്പുറം തയാങ്ക് ഇതൊന്നും ജെക്കയോട് പറയുന്നില്ല. ജിന്ന് ആരാണ്, ജിന്ന് പ്രപ്പോസ് ചെയ്ത് ജിന്നിന്റെ കാര്യം മൊത്തം ഹൈഡ് ചെയ്ത് വെക്കുന്നതാണ് കൂടുതലും ജെക്കയ്ക്ക് ഒരുമാതിരി കലിപ്പ്. ഇതേ സമയം നമ്മുടെ ജിന്നും തയാങ്കും കൂടെ കാറിപ്പോണ്. തയാങ്കാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. ഇവനിങ്ങനെ കരയുന്ന കണ്ടതും ജിന്നിന് ഭയങ്കര സങ്കടമാണ്. ഏയ് തയാങ്ക, നീ കരയാതിരിക്കേ. എന്തിനാണെങ്കിലും ഒരു സമാധാനം ഇല്ല. ഇപ്പൊ എന്താ, നിനക്ക് അവനോട് ഫീലിങ്സ് ഉണ്ടായിരുന്നു, അവന് നിന്നോട് ഇഷ്ടമില്ല. ഓരോരുത്തർക്കും ഓരോ ചോയ്സ് അല്ലേടാ. നിനക്ക് അവനെ ഇഷ്ടമാണ്, അവന് നിന്നെ ഇഷ്ടമല്ല, എന്ത് ചെയ്യാൻ പറ്റും? അവന് ജിമിനെ ഇഷ്ടമെങ്കിൽ അവർ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് കപ്പിളായിട്ട് നിക്കട്ടാ. നീ അതും പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെടുന്ന എന്തിനാ? ജിനു, എനിക്ക് ഒരു കപ്പിളാകുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പം എനിക്കറിയില്ല. എന്താ പറയേണ്ടത്, എൻ്റെ അവസ്ഥ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ല ജിനു. ഒരുമാതിരി എൻ്റെ ഹാർട്ടെല്ലാം പൊട്ടിപ്പോകുന്ന പോലെ ഭയങ്കരമായിട്ട് കത്തി കൊണ്ട് എൻ്റെ ഹാർട്ടിലെല്ലാം കുത്തി ഇറക്കുന്ന പോലെ ഒരു വേദന. എന്നെ കൊണ്ട് പറ്റുന്നില്ലടാ ഇത് സഹിക്കാൻ. ഒരു വട്ടമെങ്കിലും ജെക്കെയോട് എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ പറ്റിയിട്ടില്ല. എനിക്ക് വയ്യടാ, സത്യമായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ജിമിന് അവനെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതലും ഞാൻ തകർന്നു പോയത്. ഇന്ന് പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാ പ്രപ്പോസ് ചെയ്യേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് ഐഡിയ. ഞാൻ എന്ത് പറയും? എനിക്ക് സങ്കടം വന്നിട്ട് എനിക്ക് വയ്യായിരുന്നു ജിനു.
തയങ്ക നീ ഒന്ന് നിർത്തിക്കേ, എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എത്ര നേരമായി തുടങ്ങിയിട്ട്. ചിലപ്പം ജിമിനും ജെക്കിനെ ഇഷ്ടമായിരിക്കും, ജെക്ക് ജിമിനെ ഇഷ്ടമായിരിക്കും, അവർ കപ്പിളാവൊക്കെ മാരേജ് ചെയ്യായിരിക്കും, ഫ്യൂച്ചറിൽ അവർ പിള്ളേരുണ്ടാവുമായിരിക്കും. ഇതൊന്നും ആലോചിച്ചിട്ട് നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. നിനക്ക് അവനെ ഇഷ്ടമാണ്, അവന് നിന്നെ ഇഷ്ടമല്ല. നീ അതിൽ നിന്ന് പുറത്തു വന്നേ പറ്റത്തുള്ളൂ. നിന്റെ മുഖമൊക്കെ നീ കണ്ടോ? നിന്നെ സ്നേഹിക്കുന്ന ഞങ്ങളുടെയൊക്കെ കാര്യം എന്താ? നിന്നെ ഇങ്ങനെ നിന്റെ മമ്മി കണ്ടാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ചേ. വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് കരഞ്ഞല്ലോ. ഇങ്ങനെ മമ്മിയുടെ മുന്നോട്ട് കൊണ്ട് നിർത്തിയാലോ? നീ ഒന്ന് മനസ്സിലാക്ക്. നീ ഇപ്പൊ കരയുമ്പോ എന്റെ നെഞ്ചു വേദന എടുക്കുന്നത്. നിന്നെ ഞാൻ അങ്ങനെയാണോ കാണുന്നത്? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഇഷ്ടമല്ലേ? അതിൽ നിന്നും നീ പുറത്തു വാ. അത് തന്നെ ആലോചിച്ച് മാസങ്ങളായിട്ട് കരഞ്ഞ് നീ ഇത്രയും കരയുന്നത് കൊണ്ടാണ് ഞാൻ ട്രാൻസ്ഫർ വാങ്ങിച്ച് ഇങ്ങോട്ട് വന്നത്. ഞാൻ വരുമ്പോഴെങ്കിലും നീ കുറച്ച് ഹാപ്പി ആവുമല്ലോ എന്ന് വെച്ച്. ആദ്യത്തെ കുറച്ച് നാളത്തേക്ക് നിന്റെ ഒരു പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീ ഓക്കെ ആയി, ഞാനുണ്ടല്ലോ എന്റെ പ്രസൻസ് നിന്നെ മാറ്റുമായിരിക്കുന്നു. പക്ഷെ ഇല്ല, ഈ ജെ നിന്റെ തലയിൽ ഇത്രയ്ക്കും കയറിയിരിക്കുകയാണോ? അവന് നിന്നോട് ഫീലിങ്സ് ഉള്ളതായിട്ട് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ലെന്ന് നീ തന്നെ പറയുന്നുണ്ടല്ലോ. പിന്നെ നീ എന്തിനാ അവനെ ഇതിനും വേണ്ട സ്നേഹിക്കുന്നത്? അറിയില്ല ജിനു, എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ജേക്കിനെ എനിക്ക് നേരത്തെ തൊട്ട് ഇഷ്ടമായിരുന്നു. അവൻ കിസ് ചെയ്തപ്പോഴായിരിക്കും ഞാനത് റിയലൈസ് ചെയ്യുന്നത്. ഫ്രണ്ട്സിൻ്റെ പുറത്തുള്ളൊരു പൊസസീവാണ് എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇരുന്നിട്ടുണ്ടാവും. പക്ഷെ അവൻ അങ്ങനെ അല്ലല്ലോ നിന്നെ കാണുന്നത്. എനിക്കറിയില്ലടാ. പക്ഷെ ജിമിൻ ജെ നിനക്ക് ഇത്രേ ഉള്ളോ? നിനക്ക് വേറൊന്നുമില്ല? ഇനി എന്ത് കുറച്ച് നാളും കൂടെ ഉള്ളു കോളേജ് കഴിഞ്ഞ് പുറത്ത് വന്ന് നീ വന്ന് ബിസിനസ് ഒക്കെ ചെയ്ത് നിന്റെ ലൈഫ് അങ്ങനെ പോകും. നീ ഇതിന്ന് വിട്. ഇഷ്ടമല്ലാത്ത ഒരാടെ പുറകെ സ്നേഹിക്കെന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കുന്നതിനെക്കാട്ടിലും സങ്കടമാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. ഈ വൺ സൈഡ് ലവ് എന്ന് പറയുന്നത് എന്തോന്നറിയോ? വലിയൊരു പെയിനാണത്. എപ്പോഴും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ സങ്കടപ്പെടുത്തും. അവരറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ചെയ്യുന്നത്, പക്ഷെ നമ്മൾ എപ്പോഴും ആ സങ്കടം അനുഭവിച്ചുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നീ ഇതൊക്കെ വിട്. നമുക്കൊരു കാര്യം ചെയ്യാം, വൈകിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. വീട്ടിൽ പോയി ഫാമിലിയൊക്കെ ആയിട്ട് നിന്ന് നമ്മൾ എപ്പോഴത്തേം പോലെ ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോയി സെറ്റായി നിന്റെ മൈൻഡ് റിലാക്സ് ആയതിനു ശേഷം ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ച് കോളേജിൽ വന്നാൽ മതി. നീ ഒരു കാര്യം ചെയ്യും, ഹോസ്റ്റലിൽ പോയി നിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാ. ഇപ്പൊ നമുക്ക് ആദ്യം ഇനി നീ കരയാൻ പാടില്ല ജിനു, ഇനി നീ കരയാൻ പാടില്ല. കരഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നേരം സ്നേഹമായിട്ട് വർത്തമാനം പറഞ്ഞ പോലെ ആയിരിക്കത്തില്ല. ഞാൻ കണ്ണോടിച്ചേ പറയുമ്പോഴേക്കും നമ്മുടെ തയാങ്ക് കണ്ണൊക്കെ തുടയ്ക്കും. ഓക്കെ, നമുക്ക് ഇന്നുമായിട്ട് വീട്ടിൽ പോകുന്നു, അവിടെ അടിച്ചു പൊളിക്കുന്നു. നീ വൈകുന്നേരം പോയിട്ട് ഹോസ്റ്റലിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാ. ഇപ്പം നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് നീ ക്ലാസ്സിൽ കയറണ്ട. ഞാനും കയറുന്നില്ല, ഞാൻ ലീവ് വിളിച്ച് പറയാം. ഓക്കെ, എൻ്റെ വൈകിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോകാം. ജിന്നെന്തി നേരെ തയങ്കമായിട്ട് ഒരു ഹോട്ടലിൽ പോയി ഫുഡൊക്കെ മേടിച്ച് അവനാണെ കഴിക്കുന്ന പോലുള്ള സങ്കടത്തിൽ ഒരുമാതിരി വഴക്കൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ ഇങ്ങനെ കഴിപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും തയങ്ക പറയും, ജിനു എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം, നീ എന്നെ ബീച്ചിലോട്ട് വല്ലതും ഇറക്കോ? നീ ഒറ്റയ്ക്കൊന്നും ഇരിക്കണ്ടോ, ഞാനിതിൻ്റെ കൂടെ ഇരിക്കാം. പ്ലീസ് ജിനു, ഞാനൊന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ. വേണ്ട നിന്നെ ഞാൻ ഒറ്റയ്ക്കിരുത്തൊന്നുമില്ല, എനിക്ക് പേടിയാ. ഹേയ്, നീ പേടിക്കുന്ന പോലെ ഞാനൊന്നും ചെയ്യത്തില്ലടാ. എനിക്കെല്ലാം ഒന്ന് മറന്ന് എൻ്റെ മൈൻഡ് ഒന്ന് പഴയ പോലെ ആക്കാൻ വേണ്ടി കുറച്ച് ടൈം എടാ, പ്ലീസ്. ശരി എന്നൊക്കെ ബാ എന്നും പറഞ്ഞ ജിന്നെന്ത് ചെയ്യും, നേരെ നമ്മുടെ തയാങ്കിനെ ബീച്ചിൽ കൊണ്ടാക്കിയിട്ട് പറയും, ഒറ്റയ്ക്കിരിക്കുമല്ലോ, വേറെ പണിയൊന്നും ഒപ്പിക്കത്തില്ലല്ലോ, ഞാൻ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കണം, ഫസ്റ്റ് റിങ്ങിൽ തന്നെ എടുക്കണം. നീ പേടിക്കണ്ട ജിനു, എനിക്ക് നീയൊക്കെ ഇല്ലേ, പിന്നെ ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തൊന്നുമില്ല. നീ എന്നെ ഇവിടെ ആക്കിയിട്ട് ധൈര്യമായിട്ട് വെക്കും. ശരി, എന്നാ നീ ഇവിടെ ഇരിക്കേ. എന്റെ മൈൻഡ് ഒരുമാതിരി ഇങ്ങനെ ആയി, ഞാനും ഭയങ്കര ശോകത്തിരിക്കുക. ഞാൻ പോയി 2 അടിച്ചിട്ട് വരാം. ശരി, ഞാൻ പോയി 2 അടിച്ചിട്ട് വരുമ്പോഴേക്കും നീ കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് ഹോസ്റ്റലിൽ പോയിട്ട് നിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഹോസ്റ്റലിന്റെ താഴെ വരണം. ഓക്കെ, ശരി, എന്നാ ഞാൻ പോവാം, ബായ് എന്ന് പറഞ്ഞിട്ട് ജിന്ന അവിടെ നിന്ന് അങ്ങ് പോവും. തയാങ്കാണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ട് ബീച്ച് വന്നിരുന്നിട്ട് ഇങ്ങനെ കടലിലോട്ട് നോക്കിയിരുന്ന് ജെക്കിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ടൈം സ്കിപ്പായി, ഈവനിങ് ആയി. കുറെ നേരമൊക്കെ ഇരുന്നിട്ടും അവന്റെ മനസ്സ് മാറുന്നു, അവന്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവുക ഒന്നും ചെയ്യുന്നില്ല. ഭയങ്കര സങ്കടമാണ്. അപ്പോഴാണ് ജിന്ന് പറഞ്ഞത് ഓർക്കുന്നത്, നമുക്ക് വീട്ടിൽ പോവാം, വീട്ടിൽ പോയി അമ്മേനെയൊക്കെ കാണാമെന്ന്. ആ മമ്മീനെ കാണുമ്പോൾ കുറച്ചെങ്കിലും സമാധാനമാകും എന്ന് പറഞ്ഞിട്ട് അവിടെ നേരെ താങ്ക് ഹോസ്റ്റലിൽ വരും. ഹോസ്റ്റലിലോട്ട് വരുമ്പോഴെല്ലാം കണ്ണൊക്കെ നിറഞ്ഞ് ഒരുമാതിരിയാണ് വരുന്നത്. ജെക്കിനെയും യുങ്കിനെയും കാണില്ല. ജെക്കെ റൂമിൽ കാണാതിരുന്നാൽ മതിയായിരുന്നു, കണ്ടു കഴിഞ്ഞാൽ എവിടെ പോവാ എന്താന്നെല്ലാം ചോദിക്കും. അവരെ കാണാതെ പോകുന്നേ നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ തയാങ്ക് വരുന്നത്. നേരെ വന്ന് ഡോറ് തുറന്നു നോക്കുമ്പോഴേക്കും തയാങ്കിന് ഭയങ്കര ഷോക്ക്. നമ്മുടെ ജെക്കെയും ജിമിനും ഹഗ് ചെയ്ത് കിടന്ന് ഉറങ്ങുന്ന ബെഡില്, ഒരേ ബെഡില് ബെഡ്ഷീറ്റൊക്കെ പൊതച്ച് തയാങ്ക് ഭയങ്കര ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്.